നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിനെ വരും ആഴ്ചയിൽ മാനേജ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് നോക്കാം. ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഈ കറണ്ട് ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നിഫ്റ്റിയിലായാലും ഡെയിലി ഗ്രാഫാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിലായാലും നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,008 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,000 തൊട്ട് മുകളിലാണ് നിഫ്റ്റിയിലായാലും ക്ലോസിംഗ് നിലനിർത്തിയിരുന്നത്. വലിയൊരു ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം തിരിച്ചു കയറിയെങ്കിലും 24,008 ക്ലോസ് ചെയ്ത് നിലനിർത്താണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡിനെ നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതായത് നിഫ്റ്റിയിൽ നമ്മളൊരു ട്രെൻഡ് റിവേഴ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 24,200 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ 24,200 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യതയുണ്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ നിഫ്റ്റി ആയാലും ഇതിന്റെ താഴത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് ഒരു ട്രെൻഡ് വീക്ക്നെസ് ആണ്. മാർക്കറ്റ് ഒരു ഹയർ ലെവലിലേക്ക് പോയാലും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ നല്ല സപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ കറണ്ട് ഒരു സിറ്റുവേഷൻ നമുക്ക് 24,200 താഴത്തേക്ക് നിലനിർത്തിയത് കൊണ്ട് തന്നെ ഹയർ ലെവല് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതായത് നിഫ്റ്റിയിലും ആ ഒരു ഹൈ പ്രീമിയം സൂചിപ്പിക്കുന്നതാണ്. നമുക്കൊരു ലോവർ ലെവലിൽ നിലനിൽക്കുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ഹയർ ലെവലിലേക്ക് ബൗൺസ് ചെയ്യുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നല്ല സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്ത് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതാണ് നെക്സ്റ്റ് വീക്കിൽ ചെയ്യാവുന്ന രീതി. അപ്പൊ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല്? അപ്പൊ നിഫ്റ്റിക്കായാലും ഹയർ ലെവലിലേക്കായാലും നിഫ്റ്റി 24,230 ഹയർ ലെവല് 24,230 ഇത് ഈ ഒരു ലെവലിന്റെ അടുത്ത് എല്ലാം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കാം, 24,230 മുകളിലേക്ക് നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. വരും ദിവസങ്ങളിലായാലും 24,230 അതുപോലെ തന്നെ 24,600 ഇത് രണ്ടാണ് ഹയർ ലെവലിലേക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ. ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നിഫ്റ്റിയിൽ ഇത് ഡെയിലി ഗ്രാഫാണ്. അപ്പൊ ഡെയിലി ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇത് ക്ലോസിംഗ് ബേസിസിലാണ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുക. നമുക്ക് റൈറ്റ് സപ്പോർട്ടുകൾ ഇപ്പൊ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ടുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ 24,230 24,600 എന്ന് പറയുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 230 അടുത്ത് നിന്ന് തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നിഫ്റ്റിയിലും സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 24,850 എന്ന് പറയുന്ന സ്ട്രോങ് സപ്പോർട്ട് ലെവൽ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടിന് താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 23,400 ഇത് 23,880 പ്രത്യേകം ശ്രദ്ധിക്കുക. 23,880 ഇപ്പൊ നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവൽ കുറച്ച് സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ 23,400 അടുത്താണ് ഇനി സ്ട്രോങ് ആയി 23,400 23,240 ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ഇപ്പോൾ നിഫ്റ്റിക്കായാലും താൽക്കാലികമായിട്ട് ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്നും ബൗൺസ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തും. പക്ഷെ ഹയർ ലെവല് ഇവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു ഫാളിനും ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഹയർ ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാൻ, അല്ലെങ്കിൽ ബൈയുടെ പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ ഹയർ ലെവൽ എക്സിറ്റ് ചെയ്യാനും സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇൻ കേസ് നിഫ്റ്റി തിരിച്ച് ഇതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആവും. 23,400 23,240 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവലിലേക്ക് നിഫ്റ്റി എത്താനായിട്ട് സാധിക്കും. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ആ ഒരു വീക്ക്നെസ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ബൈര സെന്റിമെന്റിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി സിറ്റുവേഷൻ ബൈര സെന്റിമെന്റിലേക്ക് കടക്കണമെങ്കിൽ ഏറ്റവും മിനിമം 24,230 230 മുകളിലേക്ക് കടന്നാലും 24,600 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യതയായിട്ട് കാണുന്നത്. ലോങ് ടൈമിലേക്കായാലും 23,230 അടുത്തു നിന്നൊക്കെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നിഫ്റ്റിയെ കുറിച്ചായാലും ഒരു ലോങ് ടൈം വ്യൂ പറയുമ്പോൾ അത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് പറയാറ്. അപ്പൊ എന്തുകൊണ്ടാണ് നിഫ്റ്റിയിൽ ഹയർ ലെവലിൽ സെല്ല് ആക്റ്റീവ് ആക്കാൻ പറയുന്നതെങ്കിൽ അതിന്റെ പിന്നിലത്തെ ലോജിക്കാണ് ഈ പറയുന്നത്. കാരണം നിഫ്റ്റിക്കായാലും മെയിൻ ആയിട്ടുള്ള ഒരു ബയേഴ്സിന്റെ ആയാലും സ്റ്റോപ്പ് ലോസ് വരുന്നത് 24,200 നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങി പറയുന്നതാണ്. ആ സപ്പോർട്ടാണ് 24,200.
അപ്പോൾ ആ ഒരു സമയത്ത് നോക്കി 24,200 ഹോൾഡ് ചെയ്തുകൊണ്ട് സെവൻത്ത് മെയ്യില് ഒരു വലിയൊരു ബൗൺസ് മാർക്കറ്റ് നടത്തി. നമ്മൾ ഈ ഒരു സപ്പോർട്ടാണ് ഇവിടെ ബയേഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ സൂചിപ്പിച്ചു. അതിന് ശേഷം മാർക്കറ്റ് ഒരു ഫാള് വന്നതിന് ശേഷം 24,200 നിന്നാണ് ആ ഒരു സഡൻ അപ്പ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിന് മുൻപ് തന്നെ നമ്മൾ ആ ഒരു സപ്പോർട്ട് ഡിറ്റക്ട് ചെയ്തിരുന്നു, ആ എക്സാക്ട് സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് 24,200 തന്നെയാണ് ആ റൈറ്റ് സപ്പോർട്ട്. അതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് വീക്ക്നെസ്. ഇവിടുത്തെ സിറ്റുവേഷൻ മാർക്കറ്റിന്റെ ഒരു ന്യൂസ് നോക്കിയിട്ടല്ല നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള പൊസിഷൻസ് നോക്കിയിട്ടാണ് സപ്പോർട്ട് റെസിസ്റ്റൻസും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് അതിൻ്റെതായിട്ടുള്ള ആക്യുറസി ഉണ്ടായിരിക്കും. അപ്പോൾ നിഫ്റ്റിയിലായാലും സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരിക്കുന്നത് ഈ ഒരു ലെവലായതുകൊണ്ട് തന്നെ ഇൻ കേസ് മാർക്കറ്റ് മുകളിൽ പോയി കഴിഞ്ഞാലും ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സഡൻ ഫാള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 9th വലിയൊരു ഫാള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിക്ക് 24,200 300 റേഞ്ച് ആണ് ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹയർ ലെവൽ വരുന്ന ഒരു സമയത്ത് നിഫ്റ്റിക്ക് പ്രോഫിറ്റ് ബുക്കിന് സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടും നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ആയാലും ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക, സഡൻ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നമ്മൾ ഇൻട്രാഡേയിലെ ഓപ്പർച്യൂണിറ്റികൾ പറയുമ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം സഡൻ അപ്പ് മൂവ്മെന്റ് വന്നത് ശ്രദ്ധിക്കുക. അപ്പൊ സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പൊ സപ്പോർട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 24,150 ഈ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നായിരുന്നു സഡൻ ആയിട്ടുള്ള ഒരു ഫാൾ വന്നിരുന്നത്. പക്ഷെ മാർക്കറ്റിൽ മൊമെന്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും, കാരണം മാർക്കറ്റ് വലിയൊരു ഫാൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ മാർക്കറ്റ് വലിയൊരു ഫാൾ വന്നില്ല. അപ്പോൾ അതാണ് മാർക്കറ്റിലെ ആ ഒരു മൊമെന്റത്തിന് കുറവ്. ഓപ്ഷൻസിനൊക്കെ ആ ഒരു മൊമെന്റം വളരെ സ്ലോ മൊമെന്റം ഉണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്കത് ഇങ്ങനെയാണ് നിഫ്റ്റിനെ റൈറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലായാലും നമ്മൾ നൽകിയിരിക്കുന്ന റൈറ്റ് സപ്പോർട്ടിൽ നിന്നും റൈറ്റ് റെസിസ്റ്റൻസിൽ നിന്നാണ് ആ ഒരു ഫാൾ വന്നിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് മാനേജ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 24,075 കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 24,075 മുകളിൽ ഓപ്പണിംഗ് കിട്ടി കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 24,075 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 24,120 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, അതിനുശേഷം 24,150 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. 150 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 120 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 150 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,120 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്യാം. 200 230 അടുത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കുക. 230 നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇൻ കേസ് 230 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 340 റെസിസ്റ്റൻസിൽ നിന്നായിരിക്കും നിഫ്റ്റിയുടെ ആ ഒരു ഫാള് സ്റ്റാർട്ട് ചെയ്യുന്നത്. 300 റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നായിരിക്കും. 230 വിട്ട വീക്ക്നെസ് ആയിരിക്കും. 150 ആയിരിക്കും. 24 150 ആയിരിക്കും സാധ്യത. മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റിയും പ്രീമിയം ഒക്കെ അനുസരിച്ച് മാർക്കറ്റിൽ രണ്ട് സൈഡിലേക്കും ബൗൺസിന് സാധ്യതയില്ല. അപ്പൊ ഷോർട്ടിന്റെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഹയർ ലെവലിൽ നിന്നായിരിക്കണം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നല്ല സപ്പോർട്ടിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റിക്കും ചാൻസും ഉണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന 24,075 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,940 ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. 23,940 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് കുറച്ച് നല്ല സപ്പോർട്ടാണ്. 23,870 880 ആയിട്ടായിരിക്കും ഈ സപ്പോർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 23,940. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ പറയുന്ന രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് കിട്ടും, നല്ല മൊമെന്റും കിട്ടും. 23,940 മുകളിലേക്ക് കയറും തോറും നിഫ്റ്റിക്ക് സ്ട്രെങ്ത് കിട്ടും ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 23,870 താഴെയാണെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,765 ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. 765 ബ്രേക്ക് ചെയ്താൽ 645, 23,645.
അപ്പൊ നിഫ്റ്റിയിൽ ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക, എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങൾ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.